ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നീളമുള്ള ബസ്മതി റൈസ് ഒരു 3/4 കപ്പാണ് എടുക്കുന്നത്. 2 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഈ ഒരു അളവിലുള്ള അരി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ആദ്യം തന്നെ അരി കഴുകി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരിയിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം മാറ്റിയെടുക്കാം. അരി വേകുന്ന സമയം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കി വെക്കാം. ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കുന്ന ഏത് വെജിറ്റബിളും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലൊഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വെളുത്തുള്ളി മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ബട്ടർ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. വെളുത്തുള്ളിയുടെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മാത്രമേ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളുത്തുള്ളിയുടെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെജിറ്റബിളൊക്കെ വേകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോ മീഡിയം ഹൈ ഫ്ലെയിമിലോ ഇട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കാം. 4-5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് വരും. ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, ബെൽ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈസിന് നല്ലൊരു ഗുണവും കളറും കിട്ടും. അതിനുശേഷം ഒരു 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കി അതിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് ഇതിലേക്ക് അധികം എരിവ് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.